സ്നേഹത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടി നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഏറ്റവും ഒന്ന് റിലാക്സ് ആയി വീട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് പൊതുവെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. ഞായറാഴ്ചയാണ് പൊതുവെ എല്ലാവർക്കും തിരക്കല്ലേ, പൊതുവെ തിരക്ക് കൂടിയ ദിവസമാണ്. ബാക്കിയെല്ലാം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ മതി, പക്ഷെ ഞായറാഴ്ച കൂടുതലായി. എനിവേ, ജീവിതത്തിൽ നമ്മളെല്ലാം മാറ്റപ്പെടുത്താനുള്ള പാതയിലാണല്ലേ. ആർക്ക് മാറ്റപ്പെടൽ ഉണ്ടാവാനും ആരെ മാറ്റപ്പെടാനുമാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊന്ന് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾ ആരുടെ മാറ്റത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത്, ആരെ മാറ്റപ്പെടുത്താനാണ് നിങ്ങളിവിടെ വന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? അത് മാത്രം അറിഞ്ഞാൽ നമുക്ക് ചെറിയ ചപ്പടി വിദ്യകൾ നമുക്കിന്ന് കാണിക്കാം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ വലിയ ഒരു കൂപ്പുകൈ. ഇത്രയും ആൾക്കാർ വരിക, യൂട്യൂബ് വീഡിയോ കാണുക, ഒരുപാട് ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്തോ എന്നിൽ എനിക്ക് നൽകാൻ സാധിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സർവേശ്വരന് നന്ദി, പ്രപഞ്ച സത്യങ്ങൾക്ക് നന്ദി. നമ്മളൊക്കെ വിളിക്കുന്ന ഏത് രീതിയിൽ വിളിച്ചാലും ഈശ്വരന്, ആ പ്രപഞ്ച സൃഷ്ടിക്ക്, നമ്മുടെയൊക്കെ സൃഷ്ടാവിൻ്റെ കാരുണ്യത്താൽ മാത്രമാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അതിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് എന്തോ അത് അവിടെ നിന്ന് വരുന്ന അതേ സാധനത്തെ അങ്ങോട്ട് തരിക മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിൽ ബുദ്ധിയോ ഞാൻ ഇവിടെ വല്ല സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എനിക്കെന്തോ അറിയുന്നു, എന്താണോ ആ സമയത്ത് വരുന്നത് അത് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനകത്ത് ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും. എനിവേ, വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന് രാവിലെ മുതൽ. കാരണം ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ ക്ലാസ്സിലുള്ള ആൾക്കാരെല്ലാം കൂടുന്ന ദിവസമാണ്. രാവിലത്തെ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്, അത് കഴിഞ്ഞ് ജേർണി ടു ഹാപ്പിനെസിൻ്റെ ക്ലാസ്, അത് കഴിഞ്ഞ് മണി മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്, അങ്ങനെ എല്ലാ ക്ലാസ്സുകളിലും ലൈവ് സെഷൻ നടക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ അമേസിംഗ് ആയിട്ടുള്ള ഓരോ ആൾക്കാരും അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് എടുക്കുന്ന ആൾക്കാരാണ് എനിക്കിവിടെ കണ്ടിട്ട്. കാരണം ഞാൻ പോലും, നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളിതൊക്കെ, പക്ഷേ കൺമുന്നിൽ വന്നിട്ട് ഓരോരാൾ പറയുന്നത് കേൾക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇന്ന് ശില്പ, അതുപോലെ തന്നെ ആശ, സിജി, അങ്ങനെ ഓരോ ആൾക്കാർ, എന്താ പറയുക, നമ്മുടെ ഓമനമ്മ സൗദിയിൽ നിന്ന്, എല്ലാവർക്കും പറയാനുള്ളത് അത്രയും വലിയ സംഭവങ്ങളാണ്. അപ്പോൾ ഓരോ ആളെന്നോട് ഷെയർ ചെയ്യുന്നു, ഇതാക്കുന്നു. പക്ഷെ എന്താ പറയുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ ജീവിതത്തിൽ മാറ്റപ്പെടട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കെന്തോ ദൈവത്തോട് വീണ്ടും വീണ്ടും സ്തുതി 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 എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അവിടെ നിന്നുള്ള കടാക്ഷം മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ആൾക്കാർ, എനിക്ക് ആരൊക്കെയോ പറയേണ്ടെന്ന് ടൈപ്പ് ചെയ്തു, മെസ്സേജ് അയച്ച് ഇവിടെ കണ്ടു, ചാറ്റിൽ കണ്ടു. അവരോട് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാൻ പറയാം. അവർക്ക് പറയാനുള്ള കാര്യം ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഞാൻ ടെസ്റ്റിമോണികൾ പൊതുവേ ഗ്രൂപ്പിൽ എടുക്കാറില്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ സന്തോഷത്തിൽ, നിങ്ങളുടെ ആ ഹാപ്പിനെസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. അതിലൂടെയാണ് നിങ്ങളും മാറ്റപ്പെടുന്നത്. ഓക്കെ, ആർക്കാണോ പറയാനുള്ളത് അവരൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ, ശില്പ അൺമ്യൂട്ട് ചെയ്തോളൂ. ശില്പ നേരത്തെ പറഞ്ഞല്ലോ. യെസ്. ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഞാൻ അന്ന് മാനിഫെസ്റ്റ് ചെയ്ത 10,000 5,000 മാനിഫെസ്റ്റ് ചെയ്ത് 10,000 റുപ്പീസ് വാങ്ങിയില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് 25,000 എന്റെ പിറ്റേ ദിവസം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തു. അത് ഇന്ന് എനിക്ക് അത് ഇന്ന് 25,000 ആയിട്ട് തന്നെ ക്യാഷ് ആയിട്ട് എനിക്ക് അത് ഇന്ന് എന്റെ കയ്യിൽ കിട്ടി. റിയൽ. അത് അത് മാത്രമല്ല, നിങ്ങൾ ആദ്യം ക്ലാസ്സിൽ വന്ന് പറഞ്ഞത് സാറേ വിചാരിച്ച പൈസ വരുന്നില്ലെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ എല്ലാ ദിവസവും പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് സാർ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പറയണം, എല്ലാവരോടും നന്ദി പറയണം, അയൽക്കാരോട് നന്ദി പറയണം. അപ്പൊ ഞാൻ നടക്കാൻ പോകും രാവിലെ. ഞാൻ നടക്കാൻ പോയ സമയത്ത് ഇത് എന്റെ ഓപ്പോസിറ്റ് വന്ന ഒരാളുടെ അടുത്ത് ഹായ് ഗുഡ് മോർണിംഗ് എങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് താങ്ക് യു എന്ന് പറയണത് എന്തിനാണെന്ന് പുള്ളിക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും പുള്ളി കുറച്ചു നേരം ഇങ്ങനെ നോക്കി. അപ്പൊ അടുത്ത റൗണ്ട് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്തിനാ മോളെ താങ്ക് യു പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സാർ ഇന്നലെ പറഞ്ഞ പോലെ വെറുതെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന്
തിരിച്ചു വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു, മോളെ എന്നാ അവിടെ നിന്നേന്ന് പറഞ്ഞു. അപ്പം അവിടെ തൊട്ടടുത്തൊരു കട തുറന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു ഡയറി മിൽക്ക് 5 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങി എനിക്ക് ഇങ്ങോട്ട് തന്നിട്ട് പറഞ്ഞു തിരിച്ചു ആ ഒരു താങ്ക് യുന് അത്രയും മാജിക്കൽ വിലയുണ്ടെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. ഒന്നും പറയാനില്ല എനിക്ക്. ചെറിയൊരു കാര്യമാണല്ലോ അത് സാറിനോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. സാറാണത് ആ ഒരു രീതി എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബാക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ചേർത്ത് പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ. എനിക്കൊന്നും പറയാനില്ല. കാരണം ഇതെല്ലാം ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചു. ഞാനൊരു നിമിത്തം മാത്രം ഇവിടെ. സർവേശ്വരൻ ഇനിയും കുറുക്കെടുത്തില്ല. ഇനി അടുത്ത നിങ്ങൾ 50,000 1 ലക്ഷവും മാനിഫെസ്റ്റ് ചെയ്തു. അത് ചെയ്യാൻ പറ്റട്ടെ, അതും കൂടി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾ ആദ്യം പറഞ്ഞു അത്രയും വലിയ എമൗണ്ട് എനിക്ക് പറ്റുന്നില്ല. അത് കൂട്ടി 50 ലക്ഷവും 1 കോടിയൊക്കെ ആകുമ്പോൾ വീണ്ടും ദിനേശ് സാറിനെ ഒന്ന് ഓർമ്മിക്കുക. തീർച്ചയായിട്ടും മറക്കൂല ഞാൻ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാം. താങ്ക് യു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? നമ്മൾ നേരത്തെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചത് ആരാണ്? സിജി ഉണ്ട് അവിടെ? സാറേ പ്രസാദാണ്. പ്രസാദ് പറയൂ. പ്രസാദ് സാറിന് എനിക്ക് കാണുന്നില്ല. പ്രസാദിനെ എനിക്ക് കാണുന്നില്ല. അതെ ഞാനത് ഓക്കെ. സാറിന് എനിക്ക് കാണുന്നില്ല. വീഡിയോന്റെ എന്തോ പ്രോബ്ലം ആണോ? ഓക്കെ, കാണുന്നില്ല, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ കുറച്ച് നാൾ മുന്നേ ചോദിക്കണം വിചാരിച്ചതാണ്. എന്റെ ഇടത്തെ കൈയിന്റെ ഉൾവശം ഉണ്ടല്ലോ നമ്മുടെ, അത് ഇങ്ങനെ നമുക്കൊരു ചൊറിയുന്ന ഒരു ടെൻഡൻസി വരും. കറക്റ്റ് ഉൾവശം. അപ്പൊ അങ്ങനെ വരുമ്പോ എൻ്റെ അടുത്ത് പൈസ വരും. അത് എങ്ങനെ എത്രയെന്നുള്ളതല്ല, എനിക്ക് ആ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എവിടുന്നെങ്കിലും പൈസ കയ്യിൽ വരും. കുറച്ചാവാം, ചിലപ്പോൾ കൂടുതലാവാം. അത് എന്താണ് സയന്റിഫിക് ആയിട്ട് അത് എങ്ങനെയാണത്? അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വെറുതെ കുറെ ആലോചിച്ചുകൊണ്ട ഇത് നിങ്ങൾക്ക് നല്ലതാണല്ലോ. അത് നല്ലതാണ്. അല്ല, കാശ് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അത് മാനിഫെസ്റ്റേഷനേക്കാളും വലിയ കഴിവാണ്. അതെ അല്ലേ? അതെ അതെ. അപ്പോ ആ കഴിവ് അങ്ങനെ അംഗീകരിക്കാം. നല്ലതോ മോശമോ ഒന്നും അവിടെ വിഷയമേ ഇല്ല നമുക്ക്. ഇനിയും ഒരുപാട് ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങളുടെ കൈ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ചൊറിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം നമുക്ക്. അത് മാത്രം മതി. അല്ല, അതില് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയുവേ, എന്തോ ഇതിനെ കുറിച്ചിട്ട് ബാഡായിട്ടോ അല്ല നന്നായിട്ടോ പറയും. ഇടത്തെ കൈ ഇങ്ങനെ ചൊറിയുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഇതൊക്കെ നമ്മൾ തുടിക്കുമ്പോഴൊക്കെ പറയില്ലേ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുള്ളതൊക്കെ. അല്ല, അത് ശരിയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ബാഡ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാനും ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. ഉള്ളം കൈ ചൊറിയുക എന്ന് വെച്ചാൽ മണി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് ആ ഒരു വിശ്വാസം നമ്മുടെ. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് അത് വരുന്നുമുണ്ട്, ഇല്ലേ? പിന്നെ അത് സത്യമാണ്. ഈ അനുഭവം ഉള്ളവർ ഒരുപാട് ആൾക്കാർ കൂടി ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, സന്തോഷമാണ്. ഓക്കെ, എന്റെ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. അതില് നല്ലതാണല്ലോ, ഇറ്റ്സ് എ ഗുഡ് തിങ്. നമ്മൾ അതിന് അങ്ങനെ തന്നെ എടുക്കുക. ഓക്കെ, അപ്പം അൺമ്യൂട്ട് ചെയ്തോളൂ ബാക്കിയുള്ളവരെല്ലാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എനിക്കുണ്ട് സാറേ. ആരത്? മിനി പറഞ്ഞു. എനിക്കൊരു എന്താ പറയുക, പ്രതീക്ഷിക്കാത്തൊരു ക്യാമറ ഓൺ ചെയ്യണ്ട. ശരി, പറഞ്ഞു. അതെ, സാറിനടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഹസ്ബൻഡിന്റെ. എത്രയോ വർഷമായിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞാൻ എന്ത് പറഞ്ഞാലും എതിര് പറയുന്ന ആളാണല്ലോ. ഇന്ന് കുറെ സമയം കേട്ടിരുന്നു. എന്റെ മോൻ അത് ക്യാമറ കണ്ടിട്ട് അവന് അത്ഭുതം, ഇതെന്താ സംഭവിച്ചത്. ഞാൻ കുറെ അങ്ങ് ഉപദേശം കൊടുത്തു. അപ്പൊ എൻ്റെ അടുത്ത് അത് അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ എന്താ പറയാ, ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ നീ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കണം എന്നില്ല, നന്നായിട്ട് അങ്ങ് നടന്നാൽ മതി. താഴത്ത് കേൾക്കും. അതാണ് ഞാൻ മെല്ലെ പറയുന്നത്. ഇന്ന് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഇന്നൊന്നുമില്ല. പക്ഷെ ഇന്ന് ഭയങ്കര മാന്യൻ. 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ട്. അങ്ങനെ തന്നെ. തഥാസ്തു. അങ്ങനെ തന്നെ എന്നും സംഭവിക്കട്ടെ. അതിന്റെ പ്രാർത്ഥനയായിരുന്നു കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകളായിട്ട് നമ്മൾ നടത്തിയത്, അല്ലെ?
അതിലുള്ള അതെ പ്രാർത്ഥന അതെ അതെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മാറിയാൽ മതി, അവർ ഓട്ടോമാറ്റിക് മാറും. ഇന്ന് നിങ്ങൾ നല്ല പ്ലസന്റിലായിരുന്നു രാവിലത്തെ ക്ലാസ് മുതൽ അല്ലേ? ഞാനാണോ എനിക്ക് സംശയമായിരുന്നു, ഞാനാണോ മാറിയത് അവരാണോ മാറിയത്? നിങ്ങളാണ് മാറിയത്. നിങ്ങൾ മാറിയാൽ മാത്രം മതി, എല്ലാം മാറും. ഗുഡ് ന്യൂസ്, ശരിക്കും ഗുഡ് ന്യൂസ്. അവന് ഭയങ്കര അത്ഭുതം, എന്താ സംഭവിച്ചതെന്നാണ്. പക്ഷെ ഞാൻ എങ്ങനെ മാറിയാലും മാറാറില്ല സാധാരണ. ഞാൻ എത്ര പറഞ്ഞാലും അങ്ങോട്ട് ശത്താളാണ്. ഇന്ന് എന്താ സംഭവിച്ചത് എനിക്ക് അത്ഭുതം. അത്ഭുതത്തോടെ തന്നെ ഇരിക്കട്ടെ. എന്നും ഈ അത്ഭുതം ഇങ്ങനെ തന്നെ കഴിയട്ടെ. എന്നും ഇത് ഓരോ ദിവസവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇന്നും ഇങ്ങനെ സംഭവിച്ചു, ഇന്നും ഇങ്ങനെ താങ്ക് യു സർ, അതിനുവേണ്ടി താങ്ക് യു സാർ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് നന്ദി. താങ്ക് യു. എങ്ങനെയും ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇന്ന് ഞാൻ സാറിന്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഇല്ലാത്തൊരു ടെൻഷനായിരുന്നു മെഞ്ഞാന്ന് എനിക്ക്. പക്ഷെ ഇന്ന് ശരിക്കും ഭയങ്കര ഒരു ഹാപ്പിയായി. താങ്ക് യു സർ. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ, ജേർണി ടു ഹാപ്പിനെസ് ഒക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇതിൽ മാജിക്കുകൾ ഉറപ്പാണ്. ഞാൻ മാജിക് സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവർ എക്സ്പെക്ടേഷൻ വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് മാജിക്കുകൾ സംഭവിക്കുന്ന ഓരോ ആൾക്കാരും പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ആർക്കും ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അല്ലേ? സാർ എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ രാധാ. ഞാന് പിന്നെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് സാറിന്റെ ക്ലാസ് ആകെ 10 ദിവസമായിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോഴെനിക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് നല്ലൊരു പോസിറ്റീവാണ് അത് കേൾക്കുമ്പോൾ ഉള്ളത്. അപ്പം ഞാനതിങ്ങനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് മെഡിറ്റേഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റൂല. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു കഴിയട്ടെ എന്നുള്ളത്. പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, സാധാരണ ഞാൻ രാവിലെ നോക്കാറില്ല, ഫോണൊന്നും എടുക്കാറില്ല. എനിക്ക് ഇന്നലെ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാനൊന്ന് വെറുതെ ഫോൺ എടുക്കട്ടെ എന്ന്. ഫോൺ എടുത്ത് വെറുതെ സാറിന്റെ ഒന്ന് നോക്കിയതാ. അപ്പൊ എനിക്ക് അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു മെഡിറ്റേഷന്റെ. ഞാൻ ക്ലാസ്സിൽ ചേർന്നിട്ടില്ല. അപ്പം ഞാൻ ആ ലിങ്കിലൊന്ന് വെറുതെ തൊട്ടു. പക്ഷെ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തു മെഞ്ഞാന്ന്. പിന്നെ ഇന്നലെ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ഇന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ നോക്കിയത്. അപ്പം നോക്കിയപ്പോ മെഞ്ഞാന്നത്തെ ആ ലിങ്കിൽ തന്നെ ഒന്ന് തൊട്ടപ്പോ എനിക്ക് അപ്പത്തേ ക്ലാസ് മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ലാസ്റ്റ് കിട്ടും. അതൊരു ഭയങ്കര മിറാക്കിളാണ്. ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാനൊന്നും പൈസ അടച്ചിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആ ക്ലാസ്സിൽ ചേരാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു മഹാ അത്ഭുതമായിട്ട് തന്നെയാ തോന്നുന്നത്. ഒരു മിറാക്കിളായിട്ട് തന്നെ എനിക്കത് തോന്നിയത്. നിങ്ങൾ തേടുന്നത് എന്തോ അത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എന്റെ വീടിന്റെ ഒരു വിൽപ്പന നടത്തി കിട്ടുന്നുണ്ട്. എനിക്ക് ബാങ്ക് ലോൺ ഉണ്ട്. അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തോളൂ, നടക്കും കേട്ടോ. ജനറൽ ക്ലാസ് ആയതുകൊണ്ട് എനിക്കത് കൃത്യം പറയാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ നടക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ ക്ലാസ് കുറച്ച് ദിവസം കൂടി കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഫ്രീ സെഷൻസ് കേൾക്കുക, നിങ്ങൾ അധികം അതിൽ നിന്നൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് സിസ്റ്റം ക്ലാസ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് പറ്റും കേട്ടോ. നിങ്ങൾ ഇത്രമാത്രം നിങ്ങൾ തേടുന്നത് എന്തോ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഒരു മിനിറ്റ്, ഞാൻ എല്ലാവരും എടുത്തു ക്ലാസ് ഉണ്ട്. പറഞ്ഞോളൂ ആരാണ്? സാറേ, ഞാൻ ഇന്നലെയാണ് സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. എന്റെ പേര് സുജീഷ്. ഞാൻ ബാരയിലാണ്. ബാരയില? ഓക്കെ, ഫൈൻ. നാട്ടിൽ എന്റെ നാട്ടിലാണ്. ഓക്കെ, ബാരയിലാണുള്ളത്. അപ്പോൾ സാറിന്റെ ക്ലാസ്സിൽ ഇന്നലെ കയറിയായിരുന്നു. എനിക്ക് ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടിയില്ല സാറേ. കിട്ടിയില്ലേ? ഇല്ല, ഗ്രൂപ്പിന്റെ ലിങ്ക് അടിക്കുമ്പോൾ ഫോണിൽ വരുന്നില്ല. എനിക്ക് പേഴ്സണൽ ലിങ്കാ കിട്ടിയത്, നമ്മളെ അഡ്മിന്റെ. ഓക്കെ, ഗ്രൂപ്പ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ അതിനകത്ത് കയറിക്കോളൂ കേട്ടോ. സാറേ, ഇത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എത്ര വയസ്സുള്ള കുട്ടികൾക്ക് അങ്ങനെ എന്താ കണക്കുണ്ടോ? ബുദ്ധി ഉറച്ച ആർക്കും ചെയ്യാം. ബുദ്ധി ഉറച്ച ആൾക്ക് ഇപ്പൊ ഒരു ഏജ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു 10 വയസ്സായി കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം വരുന്നത്. അവരുടെ ബ്രെയിനിന്റെ സംഭവമാണല്ലോ ഇത്. എത്ര വയസ്സായ കുട്ടിക്ക് ഒരു ഡ്രീം ഉണ്ടാവും, വിഷ്വലൈസേഷൻ പവർ ഉണ്ടാവും. ഉണ്ടാവും. വിഷ്വലൈസേഷൻ പവറുള്ള ആൾക്കാർക്കില്ല ഇത് വർക്ക് ചെയ്യാം. അങ്ങനെയല്ല, നമ്മളിപ്പോ കളരിയില്, അതായത് ശരിക്കും പറഞ്ഞ കളരി അഭ്യാസത്തിലേക്ക് അവര് കുട്ടികൾക്ക് 13 വയസ്സ് കഴിഞ്ഞാലാണ് അത് ശാരീരിക പ്രവർത്തനമാണ്. ശാരീരിക പ്രവർത്തനം വേറെയാണ്, മറ്റത് വേറെയാണ്. അതെ. അല്ല, അതില് അങ്ങനെയാണ് പറയാ. ചിലവരെ നേരത്തെ കാലത്തൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മിനിമം എത്ര ഒരു ഏജ്, എങ്ങനെയാണ് ബുദ്ധി, എങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം വരുന്നത്? ഇതുവരെ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഓരോ ആളുടെ കഴിവുപോലെ ഇരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ സാറേ, ബഹ്റിൻ വന്ന സാറിനെ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇത് ചാറ്റിൽ സേവ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. സാർ അതിൽ ക്ലിക്ക് ചെയ്ത് കയറിക്കോളൂ. ഇല്ലെങ്കിൽ
ജസ്റ്റ് അറിയിച്ചാൽ മതി. അഡ്മിൻ നിങ്ങൾക്ക് ആർക്കാണോ ഇപ്പോൾ ഈ ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചതെന്ന് അവർക്ക് ചോദിച്ചാൽ അവരപ്പം തന്നെ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും കേട്ടോ. താങ്ക് യു. ഓക്കെ ശരി സാറേ. ഗ്രൂപ്പിന്റെ ലിങ്ക് ഓൾറെഡി ഓക്കെ. താങ്ക് യു വൺസ് അഗൈൻ എവരി വൺ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന്റെ കാര്യം കൂടി പറഞ്ഞു പോകാം. ഓക്കെ, എല്ലാവർക്കും ഒന്നുകൂടി നല്ല എന്താ പറയുക മനോഹരമായ കാഴ്ച. എനിക്കൊന്ന് സിജി ഇവിടെ ഉണ്ടെങ്കിൽ സിജിയുടെ ആ ഒരു അച്ചീവ്മെന്റ്സ് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സിജി വോയിസ് നോട്ടായിട്ട് എനിക്ക് അയച്ച കാര്യം ഇറ്റലിയിൽ നിന്നും. സിജി ഉണ്ടോ ഇവിടെ? ഉണ്ട് സാർ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് പറഞ്ഞേ, കാരണം അത് അത്രയും എന്നെ സംബന്ധിച്ച് ഒരു അമേസിംഗ് ആയിട്ടുള്ള, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയ ഒരു കാര്യം എനിക്ക് തോന്നി. അതൊന്ന് ഷെയർ ചെയ്ത് സിജി. ഞാന് സാറിന്റെ ക്ലാസ് കേട്ടത് യൂട്യൂബ് വഴിയാണ്. യൂട്യൂബ് വഴി എന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് മുഴുവൻ തകർന്ന അവസ്ഥയിൽ ഒത്തിരി ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ എന്ത് കേട്ടാലാണ് മനസ്സിന് സമാധാനം കിട്ടുകയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ യൂട്യൂബ് തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ ഇടയായത്. അപ്പൊ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സാറിനറിയാം ഞാൻ അതുപോലെ തകർന്നൊരു അവസ്ഥയിലാണ് സംസാരിച്ചത്. 2 ദിവസമായുള്ളൂ സംസാരിച്ചിട്ട്. അത് കഴിഞ്ഞ് സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ മൈൻഡ് ഒത്തിരി മാറ്റമായി. പിന്നെ ഇത്ര സമയമായിട്ട് എനിക്ക് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് പിന്നെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കരച്ചിലോ ഒന്നുമില്ല, മൈൻഡിലെ പഴയ ഓർമ്മകൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയെ കൂടിയാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടപ്പം പിന്നെ മണി പൈസയുടെ സംബന്ധിച്ച ഒരു ക്ലാസ് അത് ഞാൻ കേട്ടിരുന്നു. അപ്പം ഞാനതൊന്ന് മോട്ടിവേഷൻ ചെയ്ത് നോക്കി. വെറുതെ ഒരു കിടക്കാൻ നേരത്തെ ഞാൻ അപ്പം 31-ാം തീയതി എനിക്ക് സാലറി കിട്ടുന്നു. 30-ാം തീയതി ഞാൻ വെറുതെ ഇത് മോട്ടിഫിക്കേഷൻ ചെയ്തതാണ്. എനിക്ക് സാലറി കിട്ടുമ്പം 1 മാസത്തെ ശമ്പളം കൂട്ടി അവർ തരുന്നതായിട്ടാണ് ഞാൻ ചെയ്തത്. പിറ്റേന്ന് ഉച്ചയായപ്പോൾ അവർ സാലറി തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ ചെന്ന് മേടിച്ച് അവർ 3 പ്രാവശ്യം സാലറി അവരുടെ കൈ വെച്ച് തന്നെ എണ്ണിയിട്ടാണ് എനിക്ക് തരുന്നത്. അപ്പം ഞാൻ ഇത് കൂടുതലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുമല്ല. ഞാൻ എന്നെ കാണിച്ചു. അന്നേരം അവർ പറയുന്നത് ഇത് നിനക്കുള്ളതാ, നീ എടുത്തോന്നാ പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് സംശയം പോരാഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്നെ കാണിച്ചു. അന്നേരം പറഞ്ഞു നിനക്ക് നിന്റെ സാലറി നീ കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടേണ്ട സാലറി ഒരു മാസത്തെ കറക്റ്റ് 1 മാസത്തെ സാലറിയാണ് എനിക്ക് കൂടുതൽ കിട്ടിയത്. എനിക്ക് ഇവിടെ 1130 രൂപയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി. അതിന്റെ കൂടെ 1200 രൂപ കൂടുതലാണ് കിട്ടിയത്, യൂറോ കൂടുതലാണ് കിട്ടിയത്. അങ്ങനെ താങ്ക് യു. എല്ലാവരും ലവ് ഷെയർ ചെയ്ത് ഇത്തരം അച്ചീവ്മെന്റ്സ് ഒരു ലവ് എല്ലാവരും ഷെയർ ചെയ്ത് സ്നേഹം. ഈ സഹോദരിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് സ്നേഹമാണ്. ആ സഹോദരി അത് അത്രയും അർഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അത്ര കണ്ട് അർഹിക്കുന്ന. കാരണം ഞാൻ പലരുമായി സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ സംസാരിച്ച് പറഞ്ഞു നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മാറ്റം ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ക്ലാസ്സിൽ കയറി വന്നോളൂ. അത്രയും നേരെ സംസാരിച്ച് അത്രയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ഒരു കുടുംബത്തെ പുലർത്താൻ നിൽക്കുന്ന സഹോദരിയുടെ അർഹതയുള്ളതാണ്. കരയണ്ട, ഇനി കരയാനുള്ള ദിവസങ്ങളേ ഇല്ല നിങ്ങൾക്ക്. ഇത്രയും ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കരയണ്ട, കരച്ചിലില്ല. ഇനി എല്ലാം സന്തോഷത്തോടെ കൂടി വന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടു യൂണിവേഴ്സ്. താങ്ക് യു മൈ യൂണിവേഴ്സ്. താങ്ക് യു സാർ. താങ്ക് യു. കൺഗ്രാറ്റ്സ്. അപ്പോൾ സംഭവിക്കട്ടെ. ഞാനത് ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് അത്രയും മക്കെല്ലാവർക്കും അച്ചീവ്മെന്റ്സ് ഉണ്ട്, ആരുടെയും കുറവല്ല കാണുന്നത്. പക്ഷെ സിജി ഈസ് ഡിസേർവ് ഇറ്റ്. അവൾക്ക് അർഹതയുള്ളതാണ്, കിട്ടേണ്ടതാണ്. അത് കിട്ടിയത്. ബീനയൊക്കെ ഇനിയിപ്പോ ബീനയോട് ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ബീന ഇതിനേക്കാളും വലിയ കഥകളുമായിട്ട് വരും, പ്രൈസ്ലെറ്റും. അപ്പൊ ഇന്ന് ഫുൾ സെഷൻ ഇത് തന്നെ ആക്കിയാലും നല്ലല്ലേ? പെട്ടെന്ന് ബീനയെ കണ്ടപ്പോ ബീന ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ബീന ഹായ് സാർ. ഹായ്. സത്യമായിട്ടും അതെ, സാർ പറഞ്ഞത് ശരിയാണ്. ആയിട്ടില്ല, ഞാൻ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കെന്നാൽ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലെ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നെന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്? നേരത്തെ നമ്മൾ വിചാരിച്ചു നമ്മൾ പറയാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് റെഡിയൊന്നുമില്ല, ഇന്ന് നേരെ ക്ലാസ്സിൽ ഇതിലേക്ക് പോയതാണ്. കാരണം നമ്മൾ അത്രയും ത്രില്ലിംഗ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വന്നവർക്കും സന്തോഷം, ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് സന്തോഷം, ഒക്കെ സന്തോഷത്തിന്റെ ദിവസമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ അല്ലെ, എല്ലാം റെഡിയാണല്ലോ? നൗ ലീവ് ഇറ്റ് എവറിത്തിങ്. മ്യൂട്ട് ചെയ്യൂ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനെ കൂടി നമുക്ക് നാളത്തേക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പോകാം അല്ലെ? ഓക്കെ, എല്ലാം റെഡിയാണോ? എന്താ റെഡി? കുറച്ച് കുറവാണല്ലോ റെഡി.
കുറക്കണ്ട ഭക്തേ, അതിന്ന് പോയി. റെഡിയാണല്ല? ഇനി ജീവിതത്തിൽ നമ്മൾ ആരും പറയാതെ ജീവിത വിജയത്തിന്റെ താക്കോൽ. എത്ര പേർക്ക് ഈ താക്കോൽ വേണം? മീ ടൈപ്പ് ചെയ്തോളൂ, മീ മാത്രം. താക്കോൽ വേണ്ടവർക്ക് മാത്രം മീ ടൈപ്പ് ചെയ്യുക. എനിക്ക് പങ്കെടുത്ത ഇത്രയും 85 ആൾക്കാരെയും കാണാൻ പറ്റില്ല കേട്ടോ. എൻ്റെ സ്ക്രീനിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റും. ക്യാമറ ഓൺ ചെയ്ത് കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ. അതൊക്കെ എല്ലാവരും റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് ആരും പറയാത്ത ജീവിത വിജയത്തിന്റെ താക്കോലിലേക്ക് പോകാം അല്ലെ? എന്തായിരിക്കും അത്? ചിന്തിച്ചിട്ടുണ്ടോ? എനിബഡി ഹാവ് എനി ക്ലൂ? ഏത് ടൈപ്പ് കീ ആയിരിക്കും അതെന്ന്? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളും ഞാനും എല്ലാവരും തേടുന്നതാണ്. നമുക്കൊരു കീ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ പുസ്തകത്തിൽ, നമ്മുടെ മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ, ഞാൻ സന്തോഷത്തിലേക്കുള്ള 5 താക്കോലുകൾ എന്ന് പറഞ്ഞ് 5 കാര്യങ്ങളെ പറയുന്നുണ്ട്. ഗോൾഡൻ 5 ടൂൾസ് ടു ഹാപ്പിനെസ് എന്ന് പറയുന്നു. സന്തോഷത്തിലേക്കുള്ള 5 താക്കോലുകൾ. അത് സന്തോഷത്തിന് മാത്രമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ജീവിത വിജയത്തിന്റെ താക്കോലാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? എത്ര പേർക്ക് ഗിഫ്റ്റ് വേണം? ഒരു ഫിസിക്കൽ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ എത്ര പേര് അത് സ്വീകരിക്കാൻ തയ്യാറാണ്? ഒന്ന് പറഞ്ഞോക്കെ. മീ 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 യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇത് അർഹരാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് അർഹതാണ്. അവർക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് കിട്ടാം. അതിന് ചെറിയ ഫോർമാറ്റ് ഉണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ ഗിഫ്റ്റ് വരില്ലല്ലോ. ഗിഫ്റ്റിന് ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. യെസ്. അപ്പോൾ ഇതിന് നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും റെഡി ആണ്. മീ എന്ന് ടൈപ്പ് ചെയ്ത് ഈ മീ അഡ്മിൻ മീ ടൈപ്പ് ചെയ്തവർക്ക് മാത്രം ഒന്ന് എഴുതി വെക്കണം അവരുടെ പേരുകൾ. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. നീ ടൈപ്പ് ചെയ്യാത്തവരെ വേണ്ട. ഇനിയിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യിക്കും. മീൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നീക്കും. അപ്പോൾ ഓക്കെ, കഴിഞ്ഞല്ലോ. അഡ്മിൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റൈറ്റ്, കഴിഞ്ഞു. ഇനി സ്റ്റോപ്പായ ടൈം കഴിഞ്ഞു. ഇനിയില്ല, ഇനിയുള്ളവരെ ഞാൻ കൂട്ടില്ല. ഇത് നിങ്ങളെ ഇതുപോലെ ഇതേ സമയത്ത് ടൈം കറക്റ്റ് ചെയ്ത് യൂട്യൂബ് വീഡിയോ ഈ പ്രാവശ്യം കാണുന്നവർക്ക് മാത്രമേ ആ ഓപ്ഷൻ തരുള്ളൂ. അതിനപ്പുറത്ത് ഉണ്ടാവില്ല കേട്ടോ. ഇല്ല കേട്ടോ, ഞാൻ അത് ടൈമൊന്നും ഗ്യാപ്പില്ല. ഇതിന്റെ കണ്ടീഷൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള വഴികളെ പറ്റി പറയാം. അപ്പോൾ നമ്മുടെ ജീവിത വിജയത്തിന് ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് 5 കാര്യങ്ങൾ സന്തോഷത്തിലേക്കുള്ള താക്കോലുകളാണ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് ജീവിത വിജയത്തിന് നമ്മൾ അനുവർത്തിക്കേണ്ട 5 ജീവിതത്തിന് അനുവർത്തിക്കേണ്ട താക്കോലിനെ പറ്റിയാണ്. 5 എന്നല്ല, താക്കോലിനെ പറ്റി. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് പലർക്കും ഈ ഒരു കാര്യത്തെ അറിയുകയും ചെയ്യാം. നമ്മൾക്ക് പലർക്കും ഇത് ഉണ്ടാവണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ സംഭവിക്കുന്ന വെച്ചാൽ, ഒന്നുകിൽ പലരും നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുന്നവരാണ്. ഞാൻ ആ വാക്ക് വളരെ സ്പെസിഫൈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം നിരാശയുടെ പടുകുഴിയിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ശരിക്കും അവരെ അവലോകനം ചെയ്തു കഴിഞ്ഞാൽ, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കുറെയൊക്കെ അത്രയും ഡിപ്റ്റായിട്ട് ഒരു പടുകുഴിയിൽ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. സ്വാഭാവികമായി ഉണ്ടാവുന്ന ചില വിഷയങ്ങളേ ഉള്ളൂ. പക്ഷെ അവരുടെ മനസ്സിനെ സംബന്ധിച്ച് അത് വലിയ വിഷയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ എന്താന്ന് വെച്ചാൽ, അവർ വിജയിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വിജയത്തിന്റെ പിറകെ ഓടുന്നവരാണ്. ഒന്ന് നിരാശയുടെ പടുകുഴിയിൽ, അവരുടെ വിജയം വരില്ല. മറ്റേയാൾ വിജയിക്കാൻ വേണ്ടി ഓടുന്നവരാണ്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു വിഷയമാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. വിജയത്തിന്റെ പിറകെ നിങ്ങൾ ഓടിയാൽ, നിരാശയുടെ പടുകുഴിയിൽ നിങ്ങൾ നിന്നാൽ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഉത്തരം നിങ്ങൾ ഇപ്പോൾ പറയുക. എത്ര പേർക്ക് അത് ഞാൻ വിജയത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വിജയം ലഭിക്കും എന്ന് പറയുന്നവർ യെസ് എന്ന് പറയുക. മറ്റേ ചോദ്യം ഞാൻ തൽക്കാലം മാറ്റി വെക്കുന്നു. വിജയത്തിന് വേണ്ടി ഞാൻ വിജയത്തിന്റെ പിറകെ ഓടുകയാണ് എങ്കിൽ മാത്രമേ എനിക്കത് ലഭിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് പറയാം. നോക്കട്ടെ. കമോൺ. ഇനി ഞാൻ ഗിഫ്റ്റിന് എന്താണെന്ന് പറയണ്ടേ? അപ്പോഴല്ലേ നിങ്ങൾക്ക് അതിന് തല്ലുണ്ടാവുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ
നമ്മുടെ ഈ ക്ലാസ് യൂട്യൂബിലും കൂടി വരും അല്ലെ? യൂട്യൂബിൽ കാണുന്നവരും നിങ്ങളും നാളെ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും തമ്പ് ചെയ്യുകയും നിങ്ങളുടെ ഒരു അനുഭവം, അതെന്തായാലും നിങ്ങളുടെ അനുഭവം അവിടെ വ്യക്തമായി എഴുതി ഇടുന്ന ആൾക്കാർക്ക് ആണ് ഞാൻ ഒരു സമ്മാനം തരാൻ പോകുന്നത്. നിങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അനുഭവം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അല്ലെങ്കിൽ അനുഭവം കിട്ടില്ല, നല്ല അനുഭവം എഴുതിയിടുക. അവർക്കെല്ലാവർക്കും ഞാൻ ഈ ഒരു പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് മാത്രം നമ്മൾ അഡ്മിൻ ചോദിക്കും. അതിൽ റിപ്പീറ്റ് ചെയ്യണോ? ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? ചെയ്യേണ്ട കാര്യമാണോ? ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എല്ലാം കേട്ടില്ലേ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോന്റെ ക്യാപ്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ. ഇന്നത്തെ വീഡിയോന്റെ നമ്മുടെ ഇതുവരെ ആരും പറയാത്ത ജീവിത വിജയത്തിന്റെ താക്കോൽ എന്ന ഇന്നത്തെ 1-ാം തീയതി, നാളെ രാവിലെ 2-ാം തീയതി സെപ്റ്റംബറിൽ നമ്മുടെ യൂട്യൂബിൽ വരുന്ന വീഡിയോയിനെ പോയിട്ട് നിങ്ങൾ എല്ലാവരും അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ ഐക്കൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് എന്താണോ എൻ്റെ ക്ലാസ്സിൽ നിന്നും ഇത്രയും ദിവസം കിട്ടിയത്, ഇന്ന് ഇവിടുന്ന് കിട്ടിയത് എന്നതിൻ്റെ അനുഭവം അവിടെ ഒന്ന് എഴുതിയിടുക. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ. അങ്ങനെ നല്ല നല്ല കമന്റ് ചെയ്തവർക്ക്, ഏറ്റവും നല്ല കമന്റ് ചെയ്തവർക്ക്, സത്യസന്ധമായി നല്ല കമന്റ് ചെയ്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഐ ലൈക്ക് ഇട്ട് തമ്പ് ഇതൊന്നും അടിച്ചവർക്ക് പറ്റില്ല, അത് കുറേ എണ്ണം വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഈ പുസ്തകം, ഇതിന്റെ പ്രത്യേകത അറിയാമല്ലോ. ഈ പുസ്തകം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. 105 ദിവസത്തെ പ്രാക്ടീസ് ആണ് ഈ പുസ്തകം. വെറുതെ വായിച്ചു പോകേണ്ട പ്രാക്ടീസ് അല്ല. 105 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കേണ്ട, ഓരോ ദിവസവും വായിക്കേണ്ട ഓരോ കാര്യങ്ങൾ മാത്രം അടങ്ങുന്ന ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരു പോർഷൻ ഞാൻ വായിച്ചു പോകാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പ്രാധാന്യം എന്താണ്. ഡേ 12-ാം ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആശയമുള്ളവരായിരിക്കണം. എന്താണ് ആശയമുള്ളവരൊക്കെ? ലോകത്ത് സംഭവിച്ചിട്ടുള്ള എല്ലാ വളർച്ചയും വീഴ്ചയും നേടലുകളും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ചിലരിൽ വിരിഞ്ഞ ആശയങ്ങളിൽ നിന്നുമാണ്. നമ്മളിലെ ആശയങ്ങളാണ് നമ്മെ നേടുന്നവനോ നഷ്ടപ്പെടുന്നവനോ ആക്കി മാറ്റുന്നത്. മനസ്സിലാക്കുക, ഒന്നുകൂടി പറയാം. നമ്മുടെ മനസ്സിൽ വിരിയുന്ന ആശയങ്ങളിൽ നിന്നാണ് നമ്മൾ നേടുന്നവനോ നഷ്ടപ്പെടുന്നവനോ ആക്കി മാറ്റുന്നത്. സമ്പുഷ്ടവും വ്യത്യസ്തവുമായ ആശയങ്ങൾ പുതിയ ലോകവും പുതിയ മാനവും ചേർക്കുന്നു. എന്നാൽ ആശയ ദാരിദ്ര്യം ജീവിത ദാരിദ്ര്യത്തിലേക്ക് വഴി മാറുന്നു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ആശയമുള്ളവരായി മാറണമോ ആശയ ദാരിദ്ര്യമുള്ളവരായി മാറണോ എന്നുള്ളത്. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഒരു ദിവസം കൂടി ആശംസിക്കുന്നു. ഇങ്ങനെയാണ് ഈ പുസ്തകം പോകുന്നത്. ഇത് ഞാൻ വെറുതെ തുറന്നപ്പോൾ ഡേ 12 കിട്ടിയെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി കണക്ട് ചെയ്ത് പോകാം. ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നു. എന്റെയും സന്തോഷത്തിന്, നിങ്ങളുടെയും സന്തോഷത്തിന്. എവരിബഡി റെഡി? അഗ്രി? എഗ്രി ആണ് ടൈപ്പ് ചെയ്തോളൂ. എവരിബഡി സേ ദാറ്റ്സ് അഗ്രി. വായനാശീലമുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടിയിട്ട് കാര്യമുള്ളൂ. പക്ഷെ വായനാശീലമില്ലാത്തവരോട് ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. വായന നമ്മളെ വളർത്തും. വായിക്കാതിരുന്നാൽ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ പറഞ്ഞാൽ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വിളർന്നു പോകും. തീരുമാനം നിങ്ങളുടേതാണ്. റൈറ്റ്? ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോ നമ്മൾ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ജീവിത വിജയത്തിന്, നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജീവിത വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിത വിജയത്തിനായി ശ്രമിക്കുന്നവർ അതിന്റെ പിറകെ ഓടുന്നതാണോ ശരി എന്നുള്ളത്. കുറെ ആൾ സമ്മിശ്രമായ പ്രതികരണം പറഞ്ഞു. ആൻസർ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയുന്നില്ല. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് വിജയം. നമുക്ക് ആവശ്യമാണെങ്കിൽ, ഒരു താക്കോൽ നമുക്ക് ആവശ്യമാണെങ്കിൽ, ജീവിത വിജയത്തിന് ഒരു താക്കോൽ ആവശ്യമാണെങ്കിൽ ആ താക്കോലിന്റെ പേരാണ്, എഴുതി വെച്ചോളൂ. താക്കോലിന്റെ പേര് വേണ്ടേ? താക്കോലിന്റെ പേര് എഴുതി വെച്ചോളൂ. ആത്മനിലവാരം. ഇതുവരെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആത്മനിലവാരം എന്താണ്? ഈ ആത്മനിലവാരം എന്ന സ്വാഭാവികമായ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ?
നമ്മൾ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ആത്മനിലവാരം പൊതുവെ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അറിയില്ല എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷെ ആ വാക്കിന് വേറൊരു വാക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. ആത്മനിലവാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വയം അവബോധത്തിന്റെയും സ്വയം ധൈര്യത്തിന്റെയും അളവുകോലാണ്. ഓരോ ആൾക്കും അവരവരുടെ സ്വയമായിട്ടുണ്ടാകുന്ന അവബോധം. ഞാൻ പറയുന്ന സുരേഷ് അല്ല സുരേഷിന്റെ അവബോധം നിലവാരം എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന ദിനേശിന്റെ സാറിന്റെ ഇങ്ങനെയാണ് ദിനേശ് സാറിന്റെ കഴിവ് എന്ന് പറയുന്നതല്ല എൻ്റെ ആത്മനിലവാരം എന്ന് പറയുന്നത്. സ്വയം അവബോധത്തിന്റെയും സ്വയം ധൈര്യത്തിന്റെയും അളവുകോലാണ്. ഇത് രണ്ടും നമ്മൾക്ക് എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ മനുഷ്യന് മാത്രമാണ് ജീവിത വിജയം സാധ്യമാവുക. ഇത് ഒരു വ്യക്തിയുടെ സ്വന്തം കഴിവുകളിലും മൂല്യങ്ങളിലും വിശ്വാസവും കഴിവിൻ്റെയും മൂല്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആകത്തുകയാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, വാട്ട് യു ബിലീവ്, വാട്ട് സ്കിൽ യു ഹാവ്. കഴിവിനെ സ്കില്ല് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തും പറയേണ്ടി വരും. അതെല്ലാം ഉൾപ്പെടുന്നത് ആത്മനിലവാരം എന്ന് പറയുന്നത്. ആത്മനിലവാരമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്വയം സ്വീകരിക്കാനും സ്വയം വളർത്താനും അവന് മാത്രമേ സാധ്യമാകൂ. എന്താണ് സ്വയം സ്വീകരണം എന്ന് പറഞ്ഞാൽ? അവനെ അംഗീകരിക്കുക. ഒന്നാമതായി അവനെ അംഗീകരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ രക്ഷപ്പെടും. എൻ്റെ കഴിവ് ഇന്നതാണെന്ന് പൂർണ്ണ ബോധം ആർക്കുണ്ടാകുന്നു അവൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളെ, ഇല്ലാത്തവർ രക്ഷപ്പെട്ടിട്ടില്ല. ഇനി സ്വയം നേടലിന് പ്രാർത്ഥനാവുക. സ്വയം വളരാനായിട്ട് തയ്യാറായവന്, ഇതുപോലെ ക്ലാസ്സുകൾ പങ്കെടുത്ത് തന്നെ ഉയർത്താൻ തയ്യാറായവന് മാത്രമേ ജീവിത വിജയമുള്ളൂ. അല്ലാത്തവൻ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ നമ്മളിവിടെ ഇത്രയും പേര് ഇരിക്കുമ്പോഴും മറ്റുള്ളവൻ ചാനൽ ചർച്ചകളിൽ മുഴുകിയിരിക്കുന്നുണ്ടാവും. എവിടെയാ? എപ്പോഴോ സംഭവിച്ച സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ അയ്യോ പൊത്തോന്ന് കൊച്ചിപ്പൊളിക്കുന്നതും കേട്ട് രാഷ്ട്രീയ ചർച്ചകളിലും കയറി ഇറങ്ങി കരയുന്ന സീരിയലുകളൊക്കെ കണ്ട് അവൻ അവിടെ ഇരിക്കണ്ടാവും. അവനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുന്നതല്ല. പറ്റണമെങ്കിൽ അവൻ അത് നിർത്തി തിരിച്ചു വരണം. അതാണ് സ്വയം രക്ഷപ്പെടൽ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും നിങ്ങൾ ചെവി പിടിച്ച് കൊണ്ടിട്ട് ഇവിടെ നിന്ന് ക്ലാസ് കേൾക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ് നെവർ വർക്ക് ഔട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആര് ക്ലാസ് ചോദിച്ചാൽ അവരോട് ആദ്യം ചോദിക്കും, എന്താ നിങ്ങൾ ചെയ്യുന്നത്, വാട്ട് യു വാണ്ട്. ലക്ഷ്യബോധമില്ലാത്ത ഒരാളെയും പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് പറ്റില്ല. മാറ്റം വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളെയും മാറ്റപ്പെടുത്താൻ ദൈവത്തിന് പോലും സാധ്യമാവില്ല. അങ്ങനെയാണെങ്കിൽ രാവണനെയൊക്കെ പണ്ട് ദൈവം തന്നെ നേരിട്ട് നന്നാക്കി എടുത്തുകൊണ്ടായിരുന്നു അല്ലേ? അത് അവരവർ അംഗീകരിക്കണം. ഇതെന്റെ തെറ്റാണ്, എന്നെ പറ്റിയിട്ടുള്ള കൃത്യമായ ഒരു അവബോധം അവനവരുണ്ടാക്കിയെടുക്കണം. ഇത്തരം ക്ലാസ്സുകളിലൂടെ ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ അവബോധത്തെ കൂട്ടിയെടുക്കുക, സ്വയം സ്വീകരിക്കാൻ നിങ്ങളെ പ്രാപ്തയാക്കുക. നിങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു, നിങ്ങൾ ആരെയാണ് ഏറെ ഇഷ്ടം. ഈ പുസ്തകത്തിൽ ആമുഖത്തിൽ ശ്രീ അംബികാസുധൻ മാങ്ങാട് ഇതിന് ആമുഖം എഴുതിയ അംബികാസു മാങ്ങാട് എഴുതിയൊരു ഇതിനകത്ത് ആമുഖത്തിൽ പറയുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ഇതാണ്, അല്ല ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതാ ശകലമാണ് പറയുന്നത്. ആരെയാണ് ഏറെ ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ എന്നുള്ള ചോദ്യം നിങ്ങളോട് കൃത്യമായി നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഉത്തരം പറയുമെന്ന് എനിക്കറിയാം, കാരണം നിങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കും. ഇനി ആ ഉത്തരം നിങ്ങൾ പറയുള്ളൂ. ആരെയാണ് ഏറെ ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. അതൊരിക്കലും ഇറ്റ്സ് നെവർ എൻഡ്. ഈ ചോദ്യം അത് കഴിഞ്ഞാലോ എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത പറയും എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികളെ, എൻ്റെ മാതാപിതാക്കളെ ഒക്കെ പറയും. ഇതെല്ലാം സെക്കൻഡറി ആണ്. കാരണം ഞാൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിലേ എൻ്റെ ഭാര്യയുള്ളൂ, എൻ്റെ കുട്ടികളുള്ളൂ, എൻ്റെ അമ്മയുള്ളൂ, അല്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവം. അപ്പൊ ആത്മനിലവാരം എപ്പോഴാണോ നമുക്കുണ്ടാകുന്നത് അതാണ് നമ്മുടെ വിജയത്തിന് താക്കോൽ. കിട്ടിയല്ലോ താക്കോൽ? എവരിബഡി ഗോട്ട് ഇറ്റ്? യെസ് പറയൂ. കിട്ടിയവർ പറയൂ. മനസ്സിലായവർ പറയൂ. ഇതെന്താണെന്ന് മനസ്സിലായവർ പറയൂ. കിട്ടിയവരോ ഓക്കെ പറയൂ. ഇനി താക്കോല് കിട്ടി, എന്താ ഈ തുറക്കണേ അല്ലേ? എവിടെ പോയാൽ തുറക്കണേ? നിങ്ങൾ എല്ലാവരും സീരിയസ് ആണോ? ആരും സീരിയസ് ആണല്ലോ. പുഞ്ചിരിയൊക്കെ വരുത്തും മുഖത്ത്. നിങ്ങൾ ഇങ്ങനെ സുരേഷ് സാറൊക്കെ ഇങ്ങനെ ഇത് വേണ്ട സാറേ, റിലാക്സ് യാസർ സാറേ ഒന്ന് ചിരിയൊക്കെ വരട്ടെ. വേണ്ട, ഇവിടെ കൂളാണ്, ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ എത്ര പുഞ്ചിരിക്കാൻ പറ്റുന്നു അത്രയും നമ്മൾ തുറന്നു വെക്കും. നിങ്ങൾ എന്താണെന്നറിയോ, നിങ്ങൾ അവിടെ അടച്ചു വെച്ചാൽ എനിക്ക് ഇവിടുന്ന് തരാൻ സാധിക്കില്ല. ഇതാണ് ഇതിന്റെ സിസ്റ്റം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ബ്ലോക്ക് ചെയ്താൽ, നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്താൽ ഞാൻ ഇവിടെ പറയുന്നതൊക്കെ കൈവിട്ടു പോകും. ഇത് ഇത്തരം ക്ലാസ്സുകളുടെ ഏറ്റവും പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട്
എല്ലാവരും സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാം സ്വീകരിക്കാൻ വന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്തൂല. പക്ഷെ നിങ്ങൾ ആ കേട്ടിരിക്കുന്ന അവസ്ഥയിൽ അറിയാതെ നിങ്ങൾ എന്താ നമ്മുടെ ശരിയായ ഇതുണ്ടല്ലോ, ഒരു ഞാനങ്ങനെ ചിരിക്കാനൊന്നും പാടില്ല എന്നുള്ള തോന്നുന്ന ആ ഒരു അവസ്ഥയിൽ ഇപ്പം അങ്ങനെ ഇത് കേറില്ല. പുഞ്ചിരി, ഹാപ്പിനെസ് അല്ലെങ്കിൽ പുഞ്ചിരി ഉണ്ടാവണമെങ്കിൽ അതിങ്ങനെ ഫ്ലഷ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കണം അകത്ത്, പ്രകടിപ്പിക്കണം, പ്രകടനാത്മകമാവണം. അപ്പോൾ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ മുഖം മാറുമ്പോൾ ലോകം മുഴുവൻ മാറിക്കഴിയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും വിജയിക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. ഞാൻ ഏത് ഓഫീസിൽ പോയാലും ഞാൻ വിചാരിച്ച കാര്യം നേടി വരുന്നത് ഞാൻ പോകുമ്പോൾ നല്ലൊരു ചിരിയുമായിട്ട് പോകും. എല്ലാവരോടും കണ്ടവരോട് ഹൈ, ഗുഡ് മോർണിംഗ്, ഹൈ എന്ന് പറഞ്ഞു വരുമ്പോൾ, നേരത്തെ സഹോദരി പറഞ്ഞ പോലെ ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ കാര്യം പകുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയിട്ട് ആ കാര്യം അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും നമ്മൾ റിജക്ട് ചെയ്യാൻ പറ്റില്ലെന്നേ. അത് മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ ഗവൺമെന്റ് ഓഫീസിൽ കുറച്ചൊക്കെ പറ്റും, അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. എന്നാലും പറ്റില്ല, അത് ചെയ്തു തരിക തന്നെയും. അത്രയും പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ. എന്താണ്? ശുഭാപ്തി വിശ്വാസമായിരിക്കണം. ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മിറർ ഫോർ യുവർ സെൽഫ്, അല്ലേ? ആത്മനിലവാരത്തിന്റെ ഇംഗ്ലീഷോ എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ട് പറയുന്ന തപ്പൻ ആർക്കെങ്കിലും അറിയുന്നവർ പറഞ്ഞോളൂ. ഞാനതിന്റെ മലയാളം പദം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, നിങ്ങള് കണ്ടുപിടിച്ചോളൂ. ഷീന, നമുക്ക് കണ്ടുപിടിക്കാൻ സമയമുണ്ട് കേട്ടോ. ഇപ്പൊ അല്ലെങ്കിൽ എനിക്ക് ഇത് പോവും, ആ ഒരു ഇത് പോവും. അപ്പോ ഇപ്പൊ താക്കോൽ നിങ്ങളെ കയ്യിൽ കിട്ടി. ഇനി കൃത്യമായി എങ്ങനെയാണ് നമുക്ക് ഈ ആത്മനിലവാരം ഉയർത്താൻ പറ്റുക എന്ന് പഠിക്കാം, അല്ലെ? അതുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഫാസ്റ്റ് പറഞ്ഞു. ആത്മനിലവാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ അവബോധത്തിന്റെയും സ്വയം ധൈര്യത്തിന്റെയും അളവുകോലാണ് ആത്മനിലവാരം എന്ന് പറയുന്നത്. ഇത് വ്യക്തിയുടെ സ്വന്തം കഴിവുകളിലും മൂല്യങ്ങളിലും, അതായത് കഴിവ് അവന്റെ മൂല്യത്തിൽ അവനവൻ ഉൾപ്പെടുത്തുന്ന വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മൾ തുലനം ചെയ്ത് നോക്കണം എങ്ങനെ സാധ്യമാകുന്നു. ഇനി ആത്മനിലവാരം കൂട്ടാനുള്ള വഴികൾ അല്ലെങ്കിൽ വളർത്താനുള്ള വഴികളെ പറ്റി നമ്മൾ ആലോചിക്കണം. പലപ്പോഴും അത് പലർക്കും ഉണ്ടാവില്ല, കാരണം അവബോധം ഉണ്ടാക്കിയെടുക്കുക അത്ര ചെറിയ ഈസി ആയ കാര്യമല്ല. നമുക്ക് ഇന്നൊരു ടെസ്റ്റും കൂടി നടത്താം അതിനകത്ത് കേട്ടോ, പറ്റുമെങ്കിൽ അതിനായിട്ട് നടത്തി കളയാം, അപ്പോൾ ഭയങ്കര വ്യത്യാസമാകും. അപ്പൊ ഇതിനകത്ത് ഒന്നാമതായി അറിയേണ്ടതെന്ന് വെച്ചാൽ അവനവനെ അറിയുക, അല്ലെങ്കിൽ സ്വയം അറിയൽ എന്ന പ്രക്രിയയാണ്. എത്ര പേര് ഇതിന് ശ്രമിച്ചിട്ടുണ്ട് അവനവനെ അറിയാനായിട്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഒരു സമയം ചെലവഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാനായി ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചവർ എസ് പറയൂ, യെസ് ഐ ഡിഡ് ഇറ്റ്. ഇല്ലാത്തവർ പറയട്ടെ ഇല്ല. മിക്കവരും പറയുന്ന ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. വേണമെങ്കിൽ ഇപ്പോ സാറിതിന് അങ്ങനെ പറയട്ടെ എന്ന് കരുതി പറയുന്ന കാര്യമില്ല, ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം ഇതിന്റെ ആവശ്യകത ഇന്നേ വരെ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഒരു പുസ്തകവും പഠിപ്പിച്ചിട്ടില്ല, ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല, ഒരു വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചിട്ടില്ല, ഒന്നിലും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ എല്ലാ തത്വസംഹിതകളും, എല്ലാ മതങ്ങളും, എല്ലാ മതവിശ്വാസങ്ങളും നമ്മളോട് ഇത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അതറിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പലർക്കും അത് കണ്ടെത്തിയവർക്കുള്ള വിഷയം എന്ന് വെച്ചാൽ അവർ ഇതുപോലെ അത് പറയാൻ അവർക്ക് പറ്റിയിട്ടില്ല. നമ്മളെ സ്വയം അറിഞ്ഞാൽ, അവനവനെ അറിഞ്ഞാൽ, ഇന്നൊരു സഹോദരി നമ്മുടെ സെഷനിൽ എന്നോട് പറഞ്ഞതാണ്, സാറേ ഞാൻ ഇത് മനസ്സിലാക്കിയതാണ്, എനിക്ക് എന്നെ മനസ്സിലായതാണ്, അറിഞ്ഞതാണ്, പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ അത്രയും ഡീപ്പിലേക്കൊന്നും പോകണ്ട. ആദ്യം നിങ്ങൾക്ക് സാധാരണ ഇതിൽ അറിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. പക്ഷെ ഇതിന് ഡീപ്പസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണത്. അപ്പൊ സ്വയം അറിയലിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് എൻ്റെ കരുത്ത് അല്ലെങ്കിൽ എൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കുക. നമുക്കൊരു എക്സസൈസ് ചെയ്യാം ഈ കാര്യത്തിന്. ബുക്കുണ്ടല്ലോ കയ്യിൽ, ഒരു പുസ്തകം എടുക്കുക, നടുക്ക് രണ്ടായി പകുത്ത് പിടിക്കുക, ഒരു സൈഡിൽ എഴുതുക എൻ്റെ ശക്തികൾ, ലെഫ്റ്റ് സൈഡിൽ എഴുതി വെക്കുക എൻ്റെ ശക്തികൾ. എല്ലാവരെയും ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ബുക്കില്ലാത്തവർ, ഇന്നില്ലാത്തവർ വേണമെന്ന് പോയിട്ട് എടുത്തു വന്നോളൂ. ഇല്ലാത്തവർ നാളെ മുതൽ വരുമ്പോൾ ഒരു പുസ്തകം കരുതുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറിച്ചിടാനുള്ള കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇവിടെ.
ഒരു സൈഡിൽ നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ ശക്തികൾ, മറ്റേ സൈഡിൽ എഴുതി വെക്കുക എൻ്റെ ദൗർബല്യങ്ങൾ. ഇനി അടുത്ത പേജിൽ വീണ്ടും ഉണ്ട് എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടക്കേടുകൾ. ഇത് രണ്ടാണല്ലോ അല്ലെ? ശക്തികളും താല്പര്യവും വേറെയാണ്, ദൗർബല്യവും മൂല്യങ്ങളും വേറെയാണ്. ഇനി ഇപ്പൊ നിങ്ങൾ എഴുതുന്നതിൽ കുഴപ്പമില്ല, ഇന്ന് ഇതൊരു എക്സസൈസ് ആണ്. ഇപ്പൊ പറ്റും എഴുതുക, അതിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടും ഇതൊന്ന് ഫുള്ളായിട്ട് എഴുതി നോക്കുക. നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റി വിളിച്ചോളൂ. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ഏത് വശമായിരിക്കും കൂടുതലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആദ്യത്തെ ശക്തിയുടെയും ദൗർബല്യത്തിന്റെയും പേജ് എടുത്താൽ നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങളുടെ ഏത് വശമായിരിക്കും കൂടുതലാണ്? ഇങ്ങനെ എ ബി സി ഡി എ ബി എന്ന് തിരിക്കാം. എ ശക്തിയും ബി ദൗർലഭ്യവുമാണെങ്കിൽ നിങ്ങളുടെ ഏത് വശമായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ടൈപ്പ് ഇറ്റ് നൗ. എന്നിട്ട് നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഇപ്പൊ ഊഹിക്കുന്നത് എന്തായിരിക്കും കൂടുതൽ? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യും. ശക്തിയാണ് കൂടുതലുള്ളവർ ടൈപ്പ് ചെയ്യൂ എ എന്ന്. ബി അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വരൂ ഇവരൊക്കെ പേരുകൾ ഞാൻ എഴുതി വെക്കും. ബി വരട്ടെ, എല്ലാവരും ബി. എനിബഡി സേ എ? ഒരാളെങ്കിലും എ കിട്ടൂ? ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എയിലേക്ക് മാറിയല്ലേ. ശക്തി എന്നതിന് ഉദ്ദേശിക്കുന്നത് ബുദ്ധി, ആത്മവിശ്വാസം, നിങ്ങളുടെ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ആക്ച്വലി വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? അത് ഓവറോൾ എല്ലാം കൂടിയിട്ടാണ് നിങ്ങൾ സ്ട്രെങ്ത് സംഭവിക്കുന്നത്. ശില്പ, ദാറ്റ് ഈസ് യുവർ സ്ട്രെങ്ത് എന്നതൊന്നുമില്ല. അങ്ങനെ പോകണ്ട. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇപ്പൊ എഴുതിയല്ലോ. അപ്പൊ ഇപ്പൊ ആ പേജിൽ നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ഇൻ ദ ക്ലാസ് ഐ മെൻഷൻ ബി അല്ലെങ്കിൽ എ എന്ന് അവിടെ ഒന്ന് എഴുതി വെച്ചാൽ മറന്നു പോകുന്ന ആളെ നിങ്ങൾ ഇപ്പൊ എഴുതിയത്. ഞാനിപ്പോ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തു വെക്കണ്ടല്ലോ, നിങ്ങൾ തന്നെ എഴുതിയാ വെച്ചാൽ മതില്ലോ ഇവിടെ, അല്ലേ? റെഡി. ഇനി നിങ്ങളത് എഴുതി നോക്കണേ. ഞാൻ ഓക്കെ സുധീഷ് സാർ, ഇപ്പൊ യു ആർ ഇൻ ദാറ്റ് പ്രോസസ്, സോ ദർ ഇസ് നോ സർപ്രൈസ് ഫോർ മീ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കറക്റ്റായിട്ട് ഒരു ആൻസർ പറയുന്നു, ഒരു പ്രഡിക്ഷൻ പറയുന്നു. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് എഴുതുന്നതെങ്കിൽ, കളങ്കമില്ലാത്ത മനസ്സുമായിട്ടാണ് നിങ്ങൾക്ക് എഴുതുന്നതെങ്കിൽ, നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആൾക്കാരുടെയും നാളെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ വേണമെങ്കിൽ ഇപ്പൊ തന്നെ. എല്ലാവരുടെയും ഉത്തരം ഒറ്റ സംഭവമായിരിക്കുമെന്ന് ഞാൻ 100% അഷ്വർ ചെയ്യുന്നു. അതേതാണെന്ന് ഞാൻ പറയില്ല. ഏതാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ നാളെ എഴുതുമ്പോൾ കൂടി അത് തന്നെ എഴുതി കളയും, അല്ലേ? അത് വേണ്ട. എന്ന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒരു കൂടി ഞാൻ പറയാം. നിങ്ങൾ എഴുതിയ സാധനത്തിന് നാളെ വേണമെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട്, നിങ്ങൾ പേരൊന്നും എഴുതണ്ട, നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ഇട്ടേക്ക് നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ. വെറുതെ ഇരിക്കട്ടെ, എല്ലാവരും ഇട്ടോളൂ. നമുക്കൊന്ന് കണ്ടു കളയാം നിങ്ങൾ എന്താണ് എഴുതിയെന്നുള്ളത്. എല്ലാവരും ചലഞ്ചായിട്ട് ഇട്ടെടുത്ത് എഴുതി നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടേക്ക്. എനിക്കൊന്ന് കണ്ട് സന്തോഷിക്കാമല്ലോ. കാരണം ഞാൻ ഇവിടുന്ന് കുറേ ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർ നാളെ എന്താ ഇടുന്നത് കണ്ട്. പക്ഷെ എല്ലാവരുടെയും ആൻസർ ഒന്നായിരിക്കുമെന്ന് 100% ഉറപ്പ്. അതിൽ ബുദ്ധിപരമായിട്ട് ചിലപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എഴുതിയവർ മാത്രമേ വ്യത്യാസമുണ്ടൂ, അല്ലവരുടെ എല്ലാവരും അതായിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ അത് നമുക്ക് കഴിയാം. ഇനി രണ്ടാമത്തത് ഇതുപോലെ ഉണ്ട്. ഏതാണ്? നിങ്ങളുടെ താല്പര്യവും ഇഷ്ടക്കേടുകളെയും ഇതേപോലെ എഴുതുക. ഓക്കെ, 2 കാര്യങ്ങൾ. ഇനി അതാണ് സ്വയം അറിയുക എന്ന പ്രോസസ്സ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു പരിഹാരം ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയോ? ഇത്രയൊക്കെ ഉള്ള ആളാണോ ഞാൻ എന്നുള്ള പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന സാധനത്തെ, അത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ രാത്രി നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. എക്സസൈസ് ചെയ്യണേ, മറക്കാതെ. ഞാൻ നാളെ വരുമ്പോൾ ക്ലാസ്സിൽ ചോദിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ആത്മനിലവാരം കൂട്ടുന്ന കാര്യമാണെന്ന്. രണ്ടാമത്തെ കാര്യം സ്വയം സ്വീകാര്യത എന്നുള്ളത്. അതായത് എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആസ് ഇറ്റ് ഈസ് അംഗീകരിക്കാനുള്ള കഴിവ്. ഞാൻ ഇന്നതാണ്, ഓക്കെ, ഞാൻ ഇന്നതാണ്. നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നേരെ പറയും പേര്, അല്ലെ? അതാണ് ഞാൻ. യഥാർത്ഥത്തിൽ ആ പേരാണോ ഞാൻ? അതിനപ്പുറത്ത് എന്തോ ഒരു സാധനമല്ലേ ഞാൻ? ഞാൻ ഇതിൽ ഒരു അധ്യായം തന്നെയുണ്ട്, മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്, ഞാൻ ആരാണ് എന്ന ചോദ്യം. മനുഷ്യൻ കാലങ്ങളായി തേടിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ ഉത്തരം പലർക്കും ഇപ്പോഴും അവ്യക്തവുമായ ഒരു കാര്യമാണ് ഞാൻ ആരാണ്. അതിലേക്ക് പോകുന്നില്ല, ഇതിൽ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അത് പറയുന്നുണ്ട്. സ്വയം സ്വീകാര്യത എന്ന് പറയുന്നത് എന്താണ്? സ്വയം സ്വീകാര്യത എൻ്റെ കഴിവുകൾ, പരിമിതികളെ
രണ്ടാമത് പറഞ്ഞ സാധനത്തെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ ആസിറ്റ് അംഗീകരിക്കുക. എന്ന് എൻ്റെ വൈഫ് എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഇത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ, അതെന്റെ പരിമിതിയല്ലേ. ഞാൻ പറഞ്ഞു ശരിയാണ്, അത് പരിമിതി തന്നെയാണ്. അത് എല്ലാവർക്കും ഒരു പരിമിതികളും കഴിവുകേടുകളും സ്വാഭാവികമാണ്. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ നാളെ ഞാനിവിടെ ഇരിക്കല്ലോ, നിങ്ങൾ ആരെങ്കിലും വന്നിരിക്കില്ലേ, അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും എല്ലാം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അതിലേക്ക് പോകും. ഒരു ബസ് ഡ്രൈവർ കണ്ടക്ടർ ഡ്രൈവർ ആവാനോ പോകാത്തത് എന്തുകൊണ്ടാണ്? അവനവന്റെ കർമ്മത്തിൽ അവനവൻ നൈപുണ്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അവനവനെ മനസ്സിലാക്കി സ്വയം അറിഞ്ഞുകൊണ്ട് പോകണം. 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന് സ്വയം അറിയുക, രണ്ടാമത്തെ സ്വയം സ്വീകാര്യത. മൂന്നാമത്തെ കാര്യം, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം, ലക്ഷ്യമുണ്ടാവണം ജീവിതത്തിൽ. വാട്ട് യു വാണ്ട് നൗ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ എന്താണ് ആവശ്യം? ഇവിടെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ഫോർ വാട്ട്? വിതൗട്ട് എനി റീസൺ, വിതൗട്ട് എനി ഇന്റൻഷൻ, വിതൗട്ട് എനി എന്താ പറയാ, ഒരു കാര്യവുമില്ല നിങ്ങൾ എവിടെയും ഒന്നും ചെയ്യരുത് സുഹൃത്തുക്കളെ. കാരണം ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി. അപ്പൊ ചെയ്യുന്ന കാര്യം നമുക്ക് ആവശ്യമുള്ളതാവണമെങ്കിൽ എന്താണ് എനിക്ക് ആവശ്യമുള്ളത് എന്ന് എനിക്കറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതാണ് നമ്മുടെ ആത്മനിലവാരം കൂട്ടുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, രാവിലെ എഴുന്നേൽക്കുന്നു, അപ്പൊ തന്നെ എടുക്കുന്നു, ഈ സാധനം കറക്കുന്നു, ഇങ്ങനെ ഓരോ സാധനം കണ്ടുകൊണ്ടേയിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ക്ഷീണമാകുന്നു, പോയി ചായ കുടിക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഈ സാധനം എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാനൽ ഓണാക്കുന്നു. അവിടെ സ്ക്രോൾ കോമ്പറ്റീഷനാണ്, വാർത്തകളുടെ ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടാനുള്ള കോമ്പറ്റീഷനാണ് ഇന്ന് കാലത്ത് നടക്കുന്നത്. ഇതൊക്കെ കണ്ട് നമ്മൾ നിർവൃതി അടയുന്നു എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ടോക്സിക്കേഷനാക്കി മാറ്റുന്നു. അപ്പോൾ എന്ത് വേണം, ഇന്ന് എനിക്ക് എന്താണ് ആവശ്യം, നാളെ എനിക്ക് എന്താണ് ആവശ്യം എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും അവ നേടാനുമുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. എങ്കിൽ മാത്രമേ വിജയം നമ്മുടെ കയ്യിൽ വരുള്ളൂ. ഇനി ഇതെല്ലാം ഉണ്ട്. 3 കാര്യം: സ്വയം അറിയാം, സ്വീകരിച്ചു, ലക്ഷ്യമൊക്കെ ഉണ്ട്, ഒരു തരത്തിലും അധ്വാനിക്കാൻ തയ്യാറല്ല, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് നല്ല വിവരമുണ്ട്, എനിക്ക് എന്നെ അറിയുകയും ചെയ്യാം. നിങ്ങളുടെ മുമ്പിൽ സൂമിന്റെ മുമ്പിൽ വന്നിരിക്കാനെന്ന് എനിക്ക് വയ്യട്ടോ. ഞാൻ അവിടെ പോയിരിക്കാൻ എന്തിനിപ്പാവും ഇരിക്കുന്നത്? എന്തെങ്കിലും കിട്ടുമോ എനിക്ക്? ഇത്രയും ആൾക്കാരുടെ ഒരു സ്നേഹം എനിക്ക് കിട്ടുമോ? കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ അറിഞ്ഞാലല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഞാൻ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയാം. ഞാൻ എവിടെയോ ഉള്ളൊരു മനുഷ്യൻ. ഞാൻ നിങ്ങളെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് നിർബാധമായി തരുമ്പോൾ നിങ്ങൾ തിരിച്ച് നിർബാധമായിട്ടുള്ള സ്നേഹം എനിക്കിങ്ങനെ തരും, അല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഒരു സ്നേഹം വരട്ടെ, ഇത് പറഞ്ഞ് ശരിയാണെങ്കിൽ ലവ് വരട്ടെ. ഇങ്ങനെയല്ലേ വാങ്ങിക്കുക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് അവിടെ ഉണ്ടല്ലോ, അറിയില്ല, എമോജി റിയാക്ട്. കമന്റില്ലെങ്കിൽ ഇവിടെയും നമുക്ക് ചെയ്യാം കേട്ടോ, ഇങ്ങനെയും ചെയ്യാം. ആണോ? ആ റൈറ്റ് കോർണർ ചാറ്റിന്റെ ഇപ്പുറത്ത് റിയാക്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞു, കൊടുക്കും തോറും ഏറി വരുന്നു, കേൾക്കും തോറും നമുക്ക് ലഭിക്കപ്പെടുമെന്ന്. എന്ന് വെച്ചാൽ കൊടുക്കുന്നത് എന്താണെന്നും കൂടി ഓർമ്മ വേണേ. എന്തെങ്കിലും കൊടുത്തിട്ട് ഏറി വരും എന്ന് പറഞ്ഞില്ല, കൊടുക്കുന്നതിന് കണക്കുണ്ട്, എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ. ഒരു ദിവസം അതിൻ്റെയൊക്കെ ക്ലാസ് പറയാം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആക്ഷൻ എടുക്കണം, ഇല്ലാതിരുന്നാൽ നമുക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത്. ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഇത് ക്ലിയർ ആവും കേട്ടോ. ഇപ്പൊ എത്ര എണ്ണം കിട്ടി നിങ്ങൾക്ക്? 4 എണ്ണം കിട്ടിയല്ലേ? 5 എണ്ണം കിട്ടിയല്ലേ? ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു മനോഭാവം ഉണ്ടാവണം. അതിന് പറയുന്ന പേരാണ്, എന്ത് മനോഭാവം ഉണ്ടാവണം? ആ പേരെന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയാം. ഈ മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണമെന്ന്. എന്ത് മനോഭാവം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തേ. അല്ല, ഒരു മനോഭാവം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. പറഞ്ഞേ, കിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ്. എന്ത് ആറ്റിറ്റ്യൂഡാ? ആറ്റിറ്റ്യൂഡിന്റെ പേരാണ് പറഞ്ഞത്. ആറ്റിറ്റ്യൂഡ് പേര് ടൈപ്പ് ചെയ്യൂ. കമ ആറ്റിറ്റ്യൂഡ്. യെസ്. ശുഭാപ്തി വിശ്വാസവും ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ഇറ്റ്സ് കോൾഡ് ആസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനത്തെ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇപ്പോൾ ഉണ്ട്. കാരണം ദിനേശ് സാറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ആയിട്ട് അത് ഉണ്ട്. അതെന്താണ് ആ സാധനം? ആലോചിക്കല്ലേ, എന്തായിരിക്കും? നിങ്ങളിപ്പോൾ പുഞ്ചിരിക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ അടുത്ത് നിന്നിട്ട്? എന്നെ കണ്ടുകൊണ്ട് ഇപ്പൊ ചിരിക്കുന്ന എത്ര പേരുണ്ട്? അല്ല, വീഡിയോ ഓണാകത്തോണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന എത്ര പേരുണ്ട്? ആ പുഞ്ചിരിയുടെ യഥാർത്ഥ ഏത് ആറ്റിറ്റ്യൂഡാണ് പുഞ്ചിരി ഏത് ആറ്റിറ്റ്യൂഡാണ്?
നിഷ്കളങ്കത. കോൺഫിഡൻസ് ഇസ് നോട്ട് ആറ്റിറ്റ്യൂഡ്. കോൺഫിഡൻസ് ഇസ് ദ റിസൾട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് 2 ടൈപ്പ് ആറ്റിറ്റ്യൂഡ് ആണുള്ളത് അല്ലെ സാധാരണ പറയുന്നത്. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒന്ന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ആറ്റിറ്റ്യൂഡ് ആണുള്ളത് അതിനകത്ത്? കാരണം ഇത് കണക്ട് ചെയ്യാനുള്ള വിഷയം കൊണ്ട് എല്ലാവർക്കും അതല്ലേ. എല്ലാവരും പറഞ്ഞു നോക്കിയേ, ഈ 81 ആൾക്കാരും ഇത് തന്നെ പറയുള്ളൂ. ഈ സാധനം കയ്യിലില്ലാത്തിടത്തോളം കാലം, ഈ സാധനം നിങ്ങളുടെ കയ്യിലില്ലാത്തിടത്തോളം കാലം നമുക്ക് ഒന്നും കയ്യിലേക്ക് വരില്ല. കിട്ടിയല്ലോ? 5ാമത്തെ പോയിന്റിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു, മറക്കരുത്. ഷിബ, യു ഹാവ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നൗ. സോറി ടു സേ. അല്ലെ, ഇപ്പൊ ആ ആറ്റിറ്റ്യൂഡ് ആണുള്ളതെങ്കിൽ ഇത്രയും സമയം എന്നെ ഇത്രയും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ കാണുമ്പോൾ പോലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നില്ലെങ്കിൽ യു ഷുഡ് ഡീപ്ലി തിങ്ക് അബൌട്ട് ഇറ്റ്. വേർ ഈസ് ദ കോർ ഇഷ്യൂസ്? ദർ ഇസ് സംതിങ്. ഓക്കെ, സോ അതിലേക്ക് വരാം തിരിച്ച്. അപ്പോൾ നമുക്ക് ജീവിതത്തെ കാണേണ്ടതായിട്ടുള്ള പോസിറ്റീവ് മനോഭാവം എന്നും ഉണ്ടാവണം. ക്ലിയർ? ഇത് സാധ്യമാവില്ലെങ്കിൽ ആത്മനിലവാരം കൂട്ടാനുള്ള ഒരു പോയിന്റും കൂടി പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ മാത്രം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഉടനെ തന്നെ അതിൽ എക്സ്പേർട്ടായ ഒരാളുടെ സഹായം തേടുക തന്നെ വേണം. കാരണം ഇത് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായാൽ നിങ്ങൾക്കിതൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല. ഞാൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടുക, അതിലൂടെ മാറ്റപ്പെടുത്താൻ തയ്യാറാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. എങ്ങനെയാണ് ഇതില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നില്ല എന്നുള്ള വിഷയങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ അധ്വാനിക്കാനൊക്കെ തയ്യാറാണ്, പക്ഷെ എല്ലാ ദിവസവും പറ്റുന്നില്ല. എനിക്ക് ഗോളൊക്കെ ഉണ്ട്, പക്ഷെ ചില സമയത്ത് എനിക്കത് മറന്നു പോകുന്നു. എനിക്ക് എന്നെ മനസ്സിലാവുന്നു, പക്ഷെ ചില സമയത്ത് കൺട്രോൾ വിട്ടു പോകുന്നു. അല്ലേ? എനിക്ക് എന്നെ അറിയാം, കഴിവിനെ പറ്റിയൊക്കെ എനിക്കറിയാം, പക്ഷെ ചില സമയത്ത് അതൊക്കെ കൈവിട്ടു പോകുന്നു. ചില സിറ്റുവേഷൻ നമ്മൾ അല്ലാതെ മാറിപ്പോകുന്നു. അപ്പോഴെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ? സ്വാഭാവികമായ കാര്യമാണ് അല്ലേ? ഇത്തരം സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഇതിന് നിരന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പരിശീലനം നടത്തിയേ പറ്റുള്ളൂ. അല്ലാതെ ഇത് ബിൽറ്റിനായിട്ട് വരില്ല. ആത്മനിലവാരം വളർത്തുന്നതിന് ചില പരിശീലനങ്ങൾ നടത്തണം. അതിൻ്റെ പേരാണ് എന്തായിരിക്കും? മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഒന്ന്. രണ്ടാമത് യോഗ. എന്തുകൊണ്ട് യോഗയിൽ ചെയ്യുന്നു വെച്ചാൽ, യോഗയുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒന്നിച്ചുള്ള എക്സസൈസ് ചെയ്യുന്ന ഏകമായ എക്സസൈസ് ഫോർമാറ്റാണ് യോഗ എന്ന് പറയുന്നത്. അവിടെ മനസ്സും പറ്റും ശരീരത്തിനും, രണ്ടിനെയും കണക്ട് ചെയ്തിട്ടാണ് യോഗ ഇവിടെ പ്രിൻസിപ്പൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓരോ ആൾ യോഗ പഠിപ്പിക്കുന്ന വിവിധമായ മാർഗങ്ങളിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. പക്ഷെ യോഗ ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. അത് യോഗ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ ലഭിക്കും. മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇന്ത്യൻ സമയം 5:30 മണിക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കോഴ്സിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിർബന്ധമായും 5:30 മണിക്ക് മെഡിറ്റേഷനിൽ വന്നിരിക്കണം. ഇനി കോഴ്സ് പങ്കെടുക്കാത്തവർക്ക് ഞാൻ മെഡിറ്റേഷൻ മാസം ഒരു ചെറിയ നിശ്ചിത പേയ്മെന്റ് നൽകിക്കൊണ്ട് അവർക്ക് മെഡിറ്റേഷൻ നൽകുന്നു. അവർക്ക് വേറെ കോഴ്സുകൾ വരുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വരാം. ഇതില്ലാതെ ചില സമയത്ത് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് പേയ്മെന്റ് തരാൻ താല്പര്യമില്ലേ, നോ പ്രോബ്ലം. നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ വന്നോളൂ. നാളെ രാവിലെ 5:30 മണിക്ക് വന്നോളൂ. ലിങ്ക് അവിടെ റെഡി ഉണ്ടാവും. ഒരു കണ്ടീഷനുമില്ല, ഓപ്പൺ ടു എവറി വൺ. പക്ഷെ ലിങ്ക് എല്ലാ സമയത്തും ഓപ്പൺ അല്ല. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ കുറെ ലേറ്റ് ആയിട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളെ മറ്റ് യൂസിനെ ബാധിക്കുന്നതുകൊണ്ട് ആ സമയത്ത് മാത്രം വരിക. പൈസ തരുന്നവർ പൈസ തന്നിട്ട് പഠിക്കുക, പൈസ തരാത്തവർ, ഗുരുദക്ഷിണ ഇല്ലാത്തവർ ഇല്ലാതെയും പഠിപ്പിക്കുക. നോ പ്രോബ്ലം. എനിക്കതിന് കണ്ടീഷനേ ഇല്ല. പക്ഷേ നിങ്ങളിത് ചെയ്തിരിക്കണം. നിർബന്ധമാണ് ജീവിതത്തിൽ മാറ്റപ്പെടാൻ. രണ്ടാമത്തെ യോഗ. എക്സസൈസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി. മറക്കരുത്. മെന്റൽ എക്സസൈസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും കൂടി യോജിക്കാൻ യോഗയുണ്ട്. യോഗ നമ്മൾ ഡയറക്റ്റ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് ഡയറക്റ്റ് ചെയ്യുന്നില്ല. പുറത്ത് നല്ല ടീം ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ടീം നമ്മുടെ കൂടെയുണ്ട്. കൂടെയുള്ള ആൾക്കാരാണ് സാധന യോഗ എന്ന് പറഞ്ഞ് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബിന് വേണ്ടി അവർ സ്പെഷ്യൽ ഓഫറുകൾ നൽകുന്നുണ്ട്. നിങ്ങൾ അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് തരും. എന്നിട്ട് അവരോട് സംസാരിച്ചോളുക. യോഗ നിർബന്ധമായും
മാറ്റം, ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ മാത്രം പങ്കെടുക്കുക, അല്ലാത്തവർ പങ്കെടുക്കുക. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പങ്കെടുക്കുക, അല്ലാത്തപ്പോൾ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. മൂന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ, യോഗ, അഫർമേഷൻസ്. ഈ 3 കാര്യങ്ങളിലൂടെ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. മൂന്നാമത്തെ കാര്യത്തിന് അഫർമേഷനും സെയിം തന്നെയാണ്. രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അഫർമേഷൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും കയറി വരാം. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ 5:30 മുതൽ 6 മണി വരെ യോഗയും മെഡിറ്റേഷനും അഫർമേഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കും പങ്കെടുക്കാം. പിന്നെ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഇതിൽ ഈ സാധനം ഉയർത്താനായിട്ട് നമ്മൾ നടത്തുന്ന കോഴ്സിന്റെ പേരാണ് ജേർണി ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള യാത്ര. അവനവനെ മനസ്സിലാക്കി, അവനവനെ ഉയർത്തി, അവനവനെ നന്മയിലേക്ക് കൊണ്ടുപോകാനും അതിലൂടെ നമ്മുടെ അഭിലാഷമായ ജീവിതത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് പോയിന്റായ ആനന്ദം അല്ലെങ്കിൽ ആത്മാനുഭൂതി അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന സാധനത്തെ അനുഭവിക്കാനും പഠിപ്പിക്കുന്ന അൾട്ടിമേറ്റ് കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ്. അതിൽ പങ്കെടുത്താൽ തന്നെ നിങ്ങളുടെ 90% വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം. അത് പണമായിക്കോട്ടെ, നിങ്ങളുടെ ദാമ്പത്യ വിഷയങ്ങളായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ ഉന്മേഷക്കുറവായിക്കോട്ടെ, അതെല്ലാത്തിനും പരിഹാരം നമുക്ക് നൽകാൻ പറ്റും ഞാൻ പറയുന്ന രീതികൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു കാര്യം കൂടി പറയാം, പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന ബോധമുണ്ടെങ്കിൽ ഒരാളും അങ്ങോട്ട് വരരുത്. നിങ്ങളുടെയും എൻ്റെയും സമയം കളയരുത്. കാരണം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കോഴ്സ് തന്നാൽ അത് റിസൾട്ട് ഇതുപോലെ വന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ അത് ഗുരുദക്ഷിണയായിട്ട് സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാശ് കൊടുത്താലും ഐ ജസ്റ്റ് ഡോണ്ട് സീ ദാറ്റ്. നിങ്ങൾക്ക് ഗുരുദക്ഷിണ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മാറ്റപ്പെട്ട സന്തോഷം ഇവിടെ വന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് പറയുക, നിങ്ങളുടെ ജീവിതം മാറിയതായിട്ട് കാണിച്ചു തരിക. അതാണ് എന്നെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാവുന്നത്. എല്ലാ ദിവസവും നിങ്ങളത് ചെയ്യുക. ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സമയം കൂടിയായി, ഉറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം, അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം നമുക്കിവിടെ ഉപസംഹരിക്കാം. താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം എന്നെ കേട്ട ഇത്രയും ആൾക്കാരോട് നന്ദി നന്ദി നന്ദി. ബാക്കി നാളെ പാക്കലാം. ഓക്കെ, താങ്ക് യു. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ? യെസ്, പറയൂ. എനിക്ക് ഇന്ന് 1/2 മണിക്കൂർ തരാൻ പറ്റിയില്ല. ഞാൻ 7 മണിക്ക് സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ അഡ്മിന്റെ അടുത്ത്. അപ്പൊ പിന്നെ സാറിന് ടൈം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പൊ എനിക്ക് സെഷൻ കഴിഞ്ഞ ഉടനെ 1/2 മണിക്കൂർ തരാം. കഴിഞ്ഞ ഉടനെ ഇപ്പോഴാ പോണ്ട. ഓക്കെ. ഓക്കെ, ശരി. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. സാർ, എനിക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ എന്താ വഴി? അഡ്മിനെ ഒന്ന് ബന്ധപ്പെട്ടാൽ ഒരു ടൈം സെറ്റ് ചെയ്ത് തരും. ഞാൻ ഒരുപാട് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു, എനിക്കൊന്നും ഇതുവരെ റിപ്ലൈ കിട്ടിയില്ല. ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ചാറ്റിൽ. ഞാൻ പറയാം. അഡ്മിന്റെ 2-3 നമ്പർ ഉണ്ട്. ചിലപ്പോൾ ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല, മറ്റാൾ ബന്ധപ്പെട്ടാൽ 3 പേരുണ്ടാവും. സാർ ശരിക്കും യു എയിലുള്ള? ഞാൻ യു എയിലാണ്. ഓക്കെ, അപ്പൊ പേഴ്സണൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ? പേഴ്സണൽ മീറ്റിംഗ് ഓഫീസ് തിരക്കല്ലേ സാറേ? തിരക്കില്ല. നിങ്ങൾ എവിടെയാണ്? ഞാൻ ദുബായിൽ തന്നെയാണ്. ഞാൻ അബുദാബിയിലാണ്. അത് ശരി. ഓക്കെ. അപ്പൊ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പറഞ്ഞാൽ മതി. മെന്റർഷിപ്പ് എടുത്തിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലേ? അല്ല, അതവരോട് പറഞ്ഞു. അവര് അതിന് ഫോർമാറ്റ് ആയിട്ട് എന്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഓക്കെ, ശരി. താങ്ക് യു. അപ്പോൾ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും നിങ്ങളോടും വീണ്ടും ഓർമ്മപ്പെടുത്തലാണ്, ഞാനൊരു സമ്മാനത്തിന്റെ കാര്യം, പ്രൈസിന്റെ കാര്യം പറഞ്ഞിരുന്നു. മറക്കരുത്. എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നല്ലൊരു അനുഭവം അവിടെ കുറിക്കുക. നമ്മുടെ അഡ്മിന്മാർ അതിനെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് നിങ്ങൾ